Hello friends, welcome back to my channel Aray's World. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു പാലക് മട്ടൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സോ നോർമലി നമ്മൾ മട്ടൺ ഗ്രേവി എല്ലാം വെക്കാറുണ്ട്. സോ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. ഞാനിവിടെ പാലക്ക് മെന്തി എല്ലാം ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്കിവിടെ നോക്കാം. ആദ്യം ഞാൻ 1 കിലോ മട്ടനാണ് ഇതിനു വേണ്ടി ഇവിടെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. സോ മട്ടൺ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഈ മട്ടൺ നമ്മളൊരു പ്രഷർ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എല്ലാം ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സാക്കി ഒരു 2 വിസിൽ വരുന്ന വരെ നമുക്ക് വയ്ക്കാം. ഇനിയൊരു കടായിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലും ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 3 സവോള നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. ഞാനിവിടെ ആദ്യമേ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്കറിയാലോ, ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ സവാള ഇവിടെ ബ്രൗൺ നിറമായി കഴിഞ്ഞു. ഇനി ഞാൻ അതിൽ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ആയ ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 തക്കാളി, പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റണം. തക്കാളി വഴണ്ട ശേഷം നമുക്ക് അതിൽ കുറച്ച് വെന്തയ ചീര അല്ലെങ്കിൽ ഉലുവ ചീര എന്നൊക്കെ പറയില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് നമ്മുടെ പാലക് ചീര ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചീരകളെല്ലാം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് അത് നമുക്ക് വേവാൻ വെക്കാം. അപ്പോൾ ചീരയുടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ മട്ടൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളമൊന്നും കളയേണ്ട ആവശ്യമില്ല. ആ വെള്ളത്തോടെ തന്നെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റിക്കാൻ വെക്കാം. അപ്പോൾ ഈ മട്ടണത്തെ വെള്ളം ഇവിടെ വറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ജീരകപ്പൊടിയൊക്കെ ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാലക് മട്ടൺ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിത് ചൂടോടെ തന്നെ വിളമ്പാം. പാലക് ചീര കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മട്ടണിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും കഴിക്കുന്ന ഗ്രേവിയിൽ നിന്നും ഇത് കുറച്ച് വ്യത്യസ്തമായൊരു റെസിപ്പി കൂടെയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Okay, see you the next video. Till then, bye bye, take care, have a nice day.